ഇവിടെ. എവിടാ സമ്മേളനം? എവിടുന്നാ വരുന്നേ? ഞാൻ സമ്മേളനമൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്ന് വരുവാ. അതെ, എങ്ങടാ പോണെന്നാ വെച്ച്? എങ്ങോട്ടും പോണില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതന്നെ അമ്മാവ. എന്തേ? എന്താടാ പതിവില്ലാണ്ടേ? എന്താ കാര്യം? അല്ല, കുറച്ച് ദിവസം അമ്മാവിൻ്റെ ഒപ്പം ഇവിടെ തങ്ങാന്ന് ചോദിച്ചേ. സംഭവമൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഈ തക്കിളിമോള് ഇവിടുന്ന് സ്കൂളിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും നടക്കില്ലടാ. ഇല്ല, തക്കളി മോളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തേ? ഒന്നുമില്ല, വെറുതെ നമ്മളീ പറഞ്ഞില്ലേ, എപ്പോഴും ഈ കുടുംബമായിട്ട് ഇങ്ങനെ കൂടി നടക്കണം, വല്ലപ്പോഴും ഒരു മാറ്റം. ഒന്ന് പോടാ, അവിടെ നടക്കണ്ടാ. കുടുംബവും കുട്ടികളൊക്കെ വിട്ടിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം? അങ്ങനെ ഒരു ചിന്ത എനിക്ക് മാത്രം വന്നാൽ പോരല്ല അമ്മാവ, കൂടെ ജീവിക്കുന്നവർ കൂടെ ആ ചിന്ത ഉണ്ടാവണ്ടേ. കുടുംബം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രശ്നമാക്കിയിട്ട് വന്നതാണ്. എന്താ ഇപ്പൊ ഇന്നത്തെ പ്രശ്നം? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല അമ്മാവ. എന്നെ ഒറ്റപ്പെടുത്തുക അവിടെ. എന്തുണ്ടായി? അത് ആങ്ങളെയും പെങ്ങളെയും കൂടെ ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുക. എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് പോയി പറയാൻ പല ആരുമില്ല. അത് നീ എപ്പോഴും പറയണതല്ലേ. അവര് ആങ്ങളും പെങ്ങളും ജനിച്ച മുതൽ അങ്ങനെയാണ്. അതുകൊണ്ട് എനക്ക് ഗുണമല്ലാണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ എനിക്ക് എവിടെയെങ്കിലും കയറിപ്പോവാൻ ഒരു ഇടമുണ്ടെന്ന് പറഞ്ഞാൽ അമ്മാവനോടൊന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യേ, അതിനെന്താ, ഇവിടെ വരണുണ്ടെന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ. എനിക്ക് വെള്ളം ചൂടാക്കി തരാനും കാല് പിടിച്ചു തരാനൊക്കെ ഒരാളുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഭയങ്കര പാടാണ് അമ്മാവ. ഇതൊക്കെ കുടുംബമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നീ അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. നീ ആദ്യം അഡ്രസ്സൊക്കെ മാറിയിട്ട് എന്റെ മുണ്ടുണ്ട് അവിടെ എടുത്ത് കൊടുത്താം. മുണ്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കരുതി കൂട്ടിയിട്ടാണ്. വാ, ചായ കുടിക്കാം. നടക്കേ. അമ്മാവന്റെ കാര്യം ആലോചിക്കും, അമ്മാവൻ ഭാഗ്യവാനാ. ഒന്നും അറിയണ്ടല്ലോ. അതൊക്കെ എനക്ക് തോന്നുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയും. ആര് പറഞ്ഞ അമ്മാവ? അമ്മാവ് ഒരു കുടുംബമായിട്ട് ജീവിച്ചു നോക്കണം. നീ നടക്കാതെ, നമുക്ക് എന്തായാലും വഴി ഉണ്ടാക്കാം. എന്തായാലും അമ്മാവൻ കല്യാണം കഴിക്കാത്ത തന്നെ നല്ലത്. നമ്മളെ പോലുള്ളവരൊക്കെ വന്ന് നിൽക്കാൻ ഒരു ഇടമുണ്ടല്ലോ. എന്താ മാമ ചായക്ക് ഒരു ചൊവ? ഇതെന്താ ഒരു ചൊവ ചായക്ക്? അടാ, അതിനിത് പാൽപ്പൊടിയാണതേ. പൊടിച്ചായ ആയിരുന്നാ? എന്നാ പറയണ്ടേ മാവ? അല്ല, പിന്നെ എനക്ക് പശുമ്പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ പോയി നട അവിടെ. എന്ത് ചോദിച്ചാലും വാങ്ങി തരുമല്ലോ അവള്. അല്ല, ഞാൻ ഈ പൊടിച്ചായ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് കുടിച്ചാൽ കുഴപ്പമില്ല, അറിയാത്തോണ്ട് കുഴപ്പമില്ല. ഇത് നല്ല ചായ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇല്ല, എനിക്ക് ആദ്യത്തെ ഒരു ഇതിൽ തോന്നിയതാ പെട്ടെന്ന്. നീ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് നീ പറയണില്ലല്ലോ. എന്താ അവിടെ കാരണം ഉണ്ടായി? എന്താ അമ്മാവ ഉണ്ടാവാന്? അങ്ങനെയൊന്നുമില്ല. എന്നും അവിടെ പ്രശ്നങ്ങൾ തന്നെയല്ലേ. ഇപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് പോരണമെങ്കിൽ എന്തോ പറ്റാത്തത് നടന്നിട്ടുണ്ടോ? അതെന്താന്ന് വെച്ച് ഭർത്താവിനെ ഭർത്താവായിട്ട് കാണാൻ പഠിക്കണം അമ്മാവ പെണ്ണുങ്ങൾക്ക്. ആര് തങ്കോ? പിന്നെ ഇല്ല, പിന്നെ അവൾക്ക് എന്നെ പോലെ ഇഷ്ടം വേറെ ആരേനും ഇല്ല അവൾക്ക്. ഉണ്ടായിരുന്ന അമ്മാവ, ഒരു സമയത്തുണ്ടായിരുന്ന അവൾക്ക് എന്നോട്. പക്ഷെ ഇപ്പൊ ഇല്ല. അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, അവൾ ആങ്ങളെ ഉണ്ടല്ലോ അവൻ. അലവലാതി. നീ അങ്ങനെയൊന്നും പറയല്ലേ. അവര് ജനിച്ച മുതലേ അങ്ങനെ ഒരുമിച്ച് വളർന്നവരല്ലേ. ലോകത്ത് വേറെ ആർക്കും ഇല്ലല്ലോ ആങ്ങളെയും പെങ്ങളെ ഒന്നും. ഇന്നിപ്പോ എന്താ ഉണ്ടായി അത് പറ. അമ്മാവാ, ഒന്നുമില്ല, ചെറിയ കാര്യം, നിസ്സാരമായിട്ട് തീർക്കാവുന്ന കാര്യമാണ്. എന്നാ പിന്നെ തീർത്തുവിടാറുന്നില്ല, എങ്കിലും കട്ടി കുത്തി എഴുതണോ? അല്ലേ, അതിനെ കുത്തി പൊക്കി അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പറയും. തക്കളി മോളുടെ ഫീസ് ഒരു മാസത്തെ പെൻഡിങ് ആയി. അപ്പൊ ഞാൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ മതി. ഒരു രക്ഷയില്ല മോനെ, എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല. അതിനാണെങ്കിൽ നീ വന്നിട്ട് ഒരു കാര്യമില്ല. അല്ല മാവ, പൈസയൊക്കെ ഉണ്ട്. അതെനിക്ക് 2-3 ദിവസം കൂടെ കഴിഞ്ഞേ വരുള്ളൂ എന്റെ പൈസ. അതും പറ്റില്ല. റോള് ഞാൻ പറഞ്ഞാൽ എന്റെ അടുത്ത് ഉണ്ടാവില്ല. എന്റെ അമ്മാവ, ഞാൻ അമ്മാവൻ്റെ അതിനല്ല വന്നത്. പൈസ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ വരുമായിരുന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടി 5000 രൂപ ഫീസ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കഴുത്തിൽ കിടക്കണം, അമ്മാലയും കിടക്ക്, ഞാനൊന്ന് പണയം വെച്ചാൽ തക്കളി മോളുടെ ഫീസും അടച്ച് ബാക്കി കാശ് എൻ്റെ 1-2 അത്യാവശ്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ പൈസ 2 ദിവസത്തിനകത്ത് വരുമല്ലോ, അപ്പോഴേക്കും നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ അവൾ എടുത്തടിച്ച പോലെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഈ മാല വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളെ കനകം സമ്മതിക്കണമെന്ന്. അപ്പൊ പിന്നെ ഞാനാരാ? അല്ല, ഈ മാല നീ വാങ്ങിക്കൊടുത്തതാ? മാല കനകം വാങ്ങിച്ചു കൊടുത്ത മാലയാ. അപ്പൊ പിന്നെ അവനോട് ചോദിക്കണ്ടായില്ല എന്താ തെറ്റ്? അമ്മാവാ, ഞാൻ പിന്നെ ആരമ്മാവാ? അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവള് ചൂണ്ടിക്കാണിക്കണ എന്നെയാണോ? അവളുടെ കൊച്ചിന്റെ തന്ത എന്ന് പറഞ്ഞ് കാണിക്കണ എന്നെയാണോ? ആണല്ലോ. അപ്പൊ പിന്നെന്താ ഞാൻ ചോദിച്ചത് തരാൻ വയ്യാത്ത? അപ്പൊ എന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എനിക്ക് വേണമെങ്കിൽ അവളുടെ ആങ്ങളയുടെ അനുവാദം വേണം പോലും.
പിന്നെ ഞാൻ എന്തിനാ വീട്ടിൽ നിൽക്കുന്നത്? എനിക്ക് അവിടെ എന്ത് വില? അല്ല അതിപ്പോ നമ്മുടെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? അമ്മാവാ, അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ക്ലീറ്റോ, നമ്മൾ പട്ടിണിയാണെങ്കിൽ പട്ടിണി പോലെ, നമുക്ക് ഉടുക്കാനില്ലെങ്കിൽ ഉടുക്കാനില്ലാത്ത പോലെ. പക്ഷെ ഉണ്ടല്ലോ, അവളങ്ങ് മാറിപ്പോയ അമ്മാവാ. അതിനൊക്കെ ഇവൻ മനസ്സ് മാറ്റിയെടുത്തതാ ഇവൻ, അവനൊരുത്തൻ. ആ കാരണത്തിനപ്പം നീ ഇറങ്ങിപ്പോന്ന്? അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ ആരാടി? അത് ഭർത്താവാ ആണല്ലോ. ഞാൻ നിന്റെ ഭർത്താവണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടെ നിൽക്കണം. അത് തന്റെ ഇടം, അങ്ങനെ വേണാണുങ്ങൾ അല്ലേ? അതെ. അപ്പോൾ അവൾ എൻ്റെ മുഖത്തൊക്കെ പറയണ്, അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയണതനുസരിച്ച്, എൻ്റെ ആങ്ങളെയും പറയണതനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. അങ്ങനെ പറയാൻ കൊള്ളാമോ? അങ്ങനെ അവള് പറഞ്ഞു. അങ്ങനെ പറയിപ്പിച്ചമ്മാവാ, അവൻ പറയിപ്പിച്ച്. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക്, എൻ്റെ തറവാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത്തിരി എടുത്തിയാട്ടം കൂടുതലാ. അമ്മാവാ, ഇതിപ്പോൾ പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞാൽ പോരാ. ഒരു കണക്ക് നോക്കി എൻ്റെ തങ്കം പാവാ. പക്ഷെ അവളെ പറഞ്ഞ് വഴി തെറ്റിച്ച് നശിപ്പിച്ചത് മുഴുവൻ ഇവൻ ഈ കനകൻ. അത് ശരിയാ നീ പറഞ്ഞത്, അത് 100% ശരിയാ. കാരണം എൻ്റെ കുട്ടിക്ക് ഫീസ് ഇല്ല പറഞ്ഞ അവൻ കൊടുക്കും, അവള് കരഞ്ഞിട്ട് അരി മേടിക്കാൻ കാശില്ല പറഞ്ഞ അവൻ കൊടുക്കും, അന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കാശ് വേണം പറഞ്ഞ അവൻ കൊടുക്കും. അങ്ങനെ അവള് ചോദിക്കണതൊക്കെ കൊടുത്ത് സഹായിച്ചിട്ട് അവളെ വഷളാക്കിയത് അവൻ അങ്ങനെ തന്നെ വേണം. അവനെ കുറച്ച് അഹങ്കാരം കൂടുതൽ. അവന്റെ കാര്യം നോക്കിന്നാ പോരെ, നിങ്ങളെ നോക്കേണ്ട ആവശ്യമുണ്ടോ അവനെ? നീ പോണ്ട. എത്ര കാലം അവര് നോക്കട്ടെ. ക്ലീറ്റോ ഇനി അങ്ങോട്ട് പോകുന്ന അമ്മാവൻ വിചാരിക്കണ്ട, ആരും വിചാരിക്കണ്ട. അവക്കെ ഭർത്താവായിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ വന്ന് എന്റെ ഈ കാല് പിടിക്കണം. അതല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിലെ ഭാര്യ തോൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാല് പിടിച്ചെങ്കിൽ നീ പോയാ മതി. ഇനി ക്ലീറ്റോ തോട്ട് കൊടുക്കൂല. ആരോ വന്നല്ലോ. അമ്മാവാ, അമ്മാവോ, അമ്മാവാ, ഉപ്പാ, അമ്മാവാ. അമ്മാവാ ദേ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വരുമെന്ന്. ആര്? അങ്കം അവനുണ്ട്. അകലെ മതി. അതെനിക്ക് അറിയടാ, അല്ലെങ്കിൽ അവൾക്ക് എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അതെനിക്കും അറിയാം. അതെ, നീ കാല് നീട്ടി വെച്ചിരുന്നോ? അവൾക്ക് കാലിന് വീണ് കരയാൻ പാകത്തില്. എന്തൊക്കെയുണ്ട്? നടക്ക്. എന്താ ഇവിടെ സംഭവിച്ചു? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നെന്താ എല്ലാരും കൂടി ഇവിടെ? ഇന്ന് ലീവാണ്. അപ്പൊ ഇവള് പറഞ്ഞു നമുക്ക് അമ്മാന്റെ അടുത്തൊന്ന് പോവാം. ഈ തക്കളിക്കും ഭയങ്കര മോഹം. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോകുന്നു. പിന്നെ അവള് ഇന്നത്തെ ദിവസം ഗംഭീരായിട്ട് ആഘോഷിക്കാം. നമുക്ക് ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം. നമുക്ക് അമ്മാവനെ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ? അങ്ങോട്ട് വരാൻ പാടില്ലേ? അവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? അല്ല, ഞാൻ അങ്ങോട്ട് വരായിരുന്നതാ. അപ്പൊ 2 കടയിലേക്ക് കുറച്ച് കപ്പ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതും പറിച്ചു കൊടുക്കാൻ വേണ്ടി. കപ്പടോ? പിന്നെ കപ്പ പുഴുങ്ങാ? ആയിക്കളാ. അയ്യോ, അതാ ഞാൻ ചെല്ലടേ. ചെല്ല്, അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. ചെല്ലുണ്ട്. അമ്മാവാ, അതെ, എന്റെ കാലങ്ങട് മാറ്റി വെച്ചാൽ അവളെന്റെ കാല് പിടിക്കാൻ വന്നൊന്നല്ല. ഈ കപ്പ കാണുമ്പോഴേ എൻ്റെ അമ്മ ചെയ്തൊരു വിഡ്ഢിത്തരം ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛൻ എപ്പോൾ വരുമ്പോഴും അമ്മ ഇങ്ങനെ പല വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നാ എൻ്റെ അച്ഛനൊരു നിർബന്ധമുണ്ട്, ഏത് ഭക്ഷണത്തിന്റെ മുകളിലും ഈ പച്ച സവോള ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിങ്ങനെ മൂടി വെക്കണം. ഓർമ്മക്ക് ഒരു ദിവസം അമ്മ കപ്പയുടെ പുഴുങ്ങി, എന്നിട്ട് ആവി പറക്കണ കപ്പയുടെ മുകളിലെ ഒരു 3-4 സവോള എടുത്തിട്ട് ഇങ്ങോട്ട് റൗണ്ടിൽ അരിഞ്ഞിട്ട് അങ്ങോട്ട് മൂടി വെച്ചു. കപ്പയുടെ മുകളിലേ. എന്നിട്ട് അത് അടച്ചു വെച്ചുട്ടാ. അച്ഛനൊരു ഉച്ച കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ സന്തോഷത്തോടെ ഇത് കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് തുറന്നു. ഈ ചൂടാറിയ കപ്പയുടെ മുകളിൽ ഈ സവോള ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മണം എന്താവും? അമ്മനൊരു നോട്ടം നോക്കിയിട്ട് അളിയൻ ആ കപ്പ എടുത്തിട്ട് അല്ല മാവാ, ഇതിപ്പോ ഈ കപ്പ ഇങ്ങനെ പുഴുങ്ങിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കറി വേണ്ടേ? കറി എന്തെങ്കിലും വേണ്ടേന്ന്? ആ പൂവൻകോഴിയില്ലേ, അതിന് ആ നാട്ടൻ ചേവല, അതിനങ്ങോട്ട് ശരിയാക്കാം. ഹായ്, നിങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോഴല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഇതിലൊക്കെ വളർത്തണേ? കപ്പയും കോഴിയും കോമ്പിനേഷനേ അല്ല. അമ്മാവാ, ആ കടയിൽ ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. മീൻ മേടിച്ചാലോടാ? മീനൊന്നും വേണ്ട, ഇറച്ചി മീനൊന്നും വേണ്ട. വേണ്ടേ? നമുക്ക് നല്ല ചമ്മന്തി അറിയാം.
ആ നല്ല കാന്താരി നിൽക്കണ്ടല്ലോ ആ കുറച്ചിട്ട് ഉള്ളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കഴിഞ്ഞാൽ അമ്മാവാ നമ്മുടെ ഈ താഴത്തെ പറമ്പിൽ പണ്ട് കപ്പയായിരുന്നില്ലേ? പിന്നെ പണ്ടല്ല ഒരു 4 കൊല്ലം മുമ്പ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെക്കാറില്ല അങ്ങനെ. ഞങ്ങളുടെ കുഞ്ഞിലേ ഇത് ഈ തൊട്ട് താഴെ കാണാനല്ല അതിന്റെ അപ്പുറത്തുള്ളത്. ആ. ഓർക്കണ്ട എന്നെ ഇവനെ കൂടി കപ്പ പറിക്കാൻ വിട്ടതാ അവിടെ. ഓ അത് മറക്കാൻ പറ്റും. ഇവിടെ ബോധം കെട്ട് വിട്ടു നീ നിലോട് ചോടി വന്നല്ലേ. ആടി കൊച്ചു ഇവളാണെങ്കിൽ ചത്തനെ എന്റെ കൊച്ചെ. അമ്മാവനും അമ്മയും കൂടി ഞങ്ങൾ രണ്ടിനും കൂടി കപ്പ പറിക്കാൻ വിട്ടു. കുഞ്ഞാ ഞാനതിന്റെ ആറിലാന്ന് തോന്നുന്നു നേരം. അങ്ങ് പോയി ഇവൻ എങ്ങനെയൊക്കെയോ മാന്തി പറിച്ചൊക്കെ എടുത്ത് കപ്പ മാന്തി പറിച്ച് അതിങ്ങനെ എടുത്ത് പുറത്തിട്ടിട്ട് നോക്കുമ്പോഴത്തേനും ഒരു പന്നിയലി. പന്നിയലിന്ന് ചില സ്ഥലത്ത് അതിന് പെരിച്ചാഴി എന്ന് പറയും. പൊന്നു ഞാൻ ആദ്യമായിട്ട് കാണാ പേടിച്ച് വിറച്ച് ഞാൻ അവിടെ ബോധം കിട്ടുള്ളൂ. എന്താ സംഭവിച്ചെന്നും കൂടി ഞാൻ അറിഞ്ഞില്ല. അതൊരു കീരിയുടെ വലിപ്പമൊക്കെ കാണും. ഈ എലി വലുതായ പോലെ തന്നെ ഒരാവശ്യമില്ലാത്തടത്ത് വെറുതെ നുഴഞ്ഞു കയറി ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ തുരക്കും തന്നെ അതിന്റെ പണി. അങ്ങനെ ഒരു വൃത്തി കെട്ട ജീവി. അന്ന് പേടിച്ച പേടി അതൊന്നുമില്ല. പക്ഷെ അവരതിനെ ആദ്യമായിട്ട് കണ്ടപ്പോ പേടിച്ചു. ചെറിയ കുട്ടികളല്ലേ. ഈ പെരിച്ചാഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് പോകുമ്പോഴേ അവിടെ കള്ള് ഷാപ്പ് പോയാൽ നല്ല കള്ള് മാത്രല്ല പല സൈസ് കറി കിട്ടുമെന്ന്. ഇപ്പൊ അങ്ങനെയൊക്കെ വിറ്റാ പോലീസ് പിടിക്കും കേട്ടോ. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും തവള ഇറച്ചി, കീരി ഇറച്ചി, ആമ ഇറച്ചി. ആമ ഇറച്ചി അതിന്റെ കൂട്ടത്തിലുണ്ട് നോക്കിയേ കുഴിമുയൽ ഇറച്ചി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുഴിമുയൽ. ഞാൻ ഈ സാധനത്തിന് ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. കുഴിമുയൽ എന്നൊക്കെ പറയുമ്പോ എന്തായിരിക്കും എഴുതിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വരട്ടെ എന്നും പറഞ്ഞ് ഒരു കുപ്പി കള്ളൊക്കെ മേടിച്ചെടുത്ത് അടിച്ചു. തങ്കം ടേസ്റ്റ് ഉള്ള ഒരു ഇറച്ചി ഞാൻ തിന്നിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞു അല്ല മാഷേ ഈ കുഴിമുയൽ പറഞ്ഞ എന്താ? അതൊന്നുമല്ല. അത് നമ്മുടെ ഈ പാടത്തും പരമ്പത്ത് കൂടെ മാടത്തു കൂടെ ഒക്കെ നടക്കില്ലേ കപ്പ ഇതൊക്കെ പറിക്കണ സാധനം ഈ പെരിച്ചാഴി. അന്ന് നിർത്തി ഞാൻ ഷാപ്പിലെ കറി. പെരിച്ചാഴിയാടാ അതിന് അവിടെ കുഴിമൊയിലേന്ന്. പെരിച്ചാഴി മുളക് ചമ്മന്തി. അയ്യോ നീ ഇതെന്ത് പണി കാണിച്ച് ആ മൂക്കാത്ത പച്ചമുളകൊക്കെ പിടിച്ചിട്ട് വന്നേക്കണ. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യലത്. ഞാനത് മൂക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നോക്കി വളർത്തിയിട്ട് ഒന്നാമത് കാന്താരി മുളകും പച്ചമുളകും തിരിച്ചറിയാത്തവനൊക്കെ ഈ പണിക്ക് നിൽക്കണം. ആവശ്യമില്ലാത്തടത്ത് വലിച്ചു കയറിയിട്ട് വന്നോളൂ തുറപ്പൻ. അമ്മാവാ നമുക്കിനി എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടില് എവിടെയെങ്കിലും കൂടണം. അപ്പൊ ഞാൻ എപ്പോഴും പറയണല്ലേ നിങ്ങൾക്ക് ഒഴിവില്ലാത്ത ഒഴിവില്ലാത്ത ഞാനും ഇവളൊക്കെ എപ്പോഴും ഉണ്ടാവും. വേഗം കപ്പ പുഴുങ്ങാൻ നോക്കാത്. Alien versus Alien.